എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വെൽനസ് കോച്ച്. നമ്മുടെയൊക്കെ ഓഫീസിലെ ടെൻഷൻ കുറച്ച് ആ ഒരു ദിവസം എങ്ങനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. റെഡിയല്ലേ? മനസ്സിനെ ഒന്ന് കൂളാക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ടിപ്സ് നോക്കിയാലോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓഫീസിൽ നമ്മൾ നല്ലപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ക്രിട്ടിക്കൽ ഇമെയിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ വെച്ച് ചെറിയൊരു പ്രശ്നം. അതോടെ തീർന്നു. അന്നത്തെ ദിവസം മുഴുവൻ പോയി കിട്ടി, അല്ലേ? ആ ഒരൊറ്റ സംഭവം മതി നമ്മുടെ അന്നത്തെ മൂഡ് മൊത്തത്തിൽ മാറ്റാൻ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് പോകാൻ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പറയുന്നത് പോലെ നമ്മളിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന കാര്യമാണിത്. ആ ഒരു നിമിഷത്തിൽ നമ്മളങ്ങ് സ്റ്റക്കായി പോകും. പിന്നെ ആ ദേഷ്യമോ വിഷമമോ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം തന്നെ മനസ്സിൽ കിടക്കും. പക്ഷേ ഇവിടെയാണ് അസൽ കാര്യം. നമുക്ക് ഈ ഒരു സൈക്കിളിൽ നിന്ന് പുറത്തു വരാൻ പഠിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാനല്ല, അതെപ്പോഴും പ്രായോഗികവുമല്ല. പകരം അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് മാറ്റം വരുത്താൻ പോകുന്നത്. ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളിവിടെ ദേഷ്യമോ സങ്കടമോ ഒന്നും അടിച്ചമർത്താൻ നോക്കുന്നില്ല. അത് നല്ലതുമല്ല. പകരം മനസ്സ് കൈവിട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് എത്ര പെട്ടെന്ന് നമുക്ക് നമ്മുടെ പഴയ ശാന്തമായ അവസ്ഥയിലേക്ക്, നമ്മുടെ ആ ഒരു ബാലൻസിലേക്ക് തിരികെ വരാൻ പറ്റും എന്നാണ് പഠിക്കുന്നത്. അപ്പോ എങ്ങനെയാണിത് ചെയ്യുക? ഈ ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളെ നേരിടാൻ വളരെ ലളിതമായ 3 സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, പ്രകോപനം തിരിച്ചറിയുക. അതായത് നമ്മൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് ആ നിമിഷത്തിൽ തന്നെ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. അതെങ്ങനെയാ തിരിച്ചറിയുക? ചിലപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, അല്ലെങ്കിൽ തോളിലൊക്കെ ഒരു ഭാരം പോലെ തോന്നും. ചിലർക്ക് വയറ്റിൽ നിന്നൊരു ഉരുണ്ടുകയറ്റം പോലെ തോന്നും. ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറും. എന്തുതന്നെയായാലും അതിനെ ഒരു പ്രശ്നമായി കാണരുത്. അതൊരു സൂചനയാണ്, ഒരു അലാറം പോലെ. ഹേയ്, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്നതാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ തിരിച്ചറിവ് ആ നിമിഷത്തിൽ ഓക്കെ, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ആ നിമിഷം പിടികിട്ടിയാൽ തന്നെ പകുതി കഴിഞ്ഞു. ശരി, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മൾ പ്രകോപനം തിരിച്ചറിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മുടെ സിസ്റ്റം ഒന്ന് ശാന്തമാക്കുക. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടായ ആ ഒരു പിരിമുറുക്കം കുറയ്ക്കുക. ഇത് വെറുതെ ശാന്തമാകൂ എന്ന് മനസ്സിൽ പറയുന്നതല്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ശരീരം ഒരു അപകട സാധ്യത കാണുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുമല്ലോ. ആ മോഡിൽ നിന്ന് പുറത്തുവരാൻ നമ്മൾ ശരീരത്തിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ഹേയ്, പ്രശ്നമൊന്നുമില്ല, എല്ലാം സേഫാണ്, ഇനി റിലാക്സ് ചെയ്യാം എന്ന് നമ്മുടെ ഞരമ്പുകളോട് പറയുന്നത് പോലെ. ഇതിന് വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. നിങ്ങളെ ഡെസ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ ബ്രീത്തിങ് ടെക്നിക്ക് നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്തു നോക്കിയാലോ? ശരി, പതിയെ 4 സെക്കൻഡ് നേരം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഇനി 4 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക. ഇനി കുറച്ചുകൂടി സാവധാനം 6 സെക്കൻഡ് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഇതൊരു 3-4 തവണ ആവർത്തിച്ചാൽ മതി. പെട്ടെന്നൊരു മാറ്റം ഫീൽ ചെയ്യും. കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളല്ലേ? നമ്മുടെ അവസ്ഥയെ നിയന്ത്രിക്കാനുള്ള ശക്തി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചെറിയ ശ്വാസമെടുക്കൽ മതി വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രകോപനം തിരിച്ചറിഞ്ഞു, ശ്വാസമെടുത്ത് ശാന്തരായി. ഇനി മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ്, ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് മടങ്ങിവരിക. അതായത് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ബോധപൂർവം ജോലിയിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇവിടെയാണ് ശരിക്കുള്ള കൺട്രോൾ വരുന്നത്. കഴിഞ്ഞുപോയ ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു പിടിക്കുകയാണ്. ആ പ്രകോപനമല്ല, നമ്മളാണ് തീരുമാനിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന്. ഓക്കെ, അത് കഴിഞ്ഞു, ഇനി എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാം എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുന്ന നിമിഷമാണിത്. അതാണ് നമ്മൾ പറയുന്ന സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ ആ ബാലൻസ്. അത് വേറൊന്നുമല്ല, ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധിച്ച് പ്രൊഡക്റ്റീവായി ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് തിരികെ വരുന്നത് തന്നെയാണ്. ഈയൊരു മാറ്റം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയോ മണിക്കൂറുകളോളം നമ്മുടെ ശ്രദ്ധയും സമാധാനവും കളയുന്നൊരവസ്ഥ, എവിടെയോ വെറും 1 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്വയം നിയന്ത്രിച്ച് തിരികെ വരുന്ന അവസ്ഥ. ഇത് നമ്മുടെ സമയത്തിലും ജോലിയിലും ഉണ്ടാക്കുന്ന വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓർത്തുവെക്കാം. അടുത്ത തവണ ഓഫീസിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. 1, ക്യാച്ച്, അതായത് ആ വികാരം തുടങ്ങുമ്പോൾ തന്നെ അതിനെ പിടിക്കുക. 2, കാം, ശ്വാസം ഉപയോഗിച്ച് സിസ്റ്റം ഒന്ന് കൂളാക്കുക. 3, റിട്ടേൺ, ശ്രദ്ധ തിരിച്ച് ജോലിയിലേക്ക് കൊണ്ടുവരിക. ക്യാച്ച്, കാം ആൻഡ് റിട്ടേൺ. സിമ്പിൾ.
അപ്പോൾ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഇങ്ങനെ ഓരോ തവണയും പ്രകോപനങ്ങളിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങൾക്ക് തിരികെ വരാൻ കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ് തിരിച്ചുപിടിക്കുന്നത്? ആ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന സമയവും എനർജിയും മനസ്സമാധാനവുമൊക്കെ തിരികെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.